പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന അതിനിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് നേടാൻ ഇറങ്ങിയ പിണറായി വിജയന് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും തോറ്റിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ നേടും എന്നാണല്ലോ പിണറായി വിജയൻ്റെ ഗ്വാഗ്വാ വിളി. എന്നാൽ ആ ഗ്വാഗ്വാ വിളിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയും CPMൻ്റെ ചുവന്ന കോട്ടയുമായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും കണ്ണൂർ ജില്ലയിലെ ഒരു 4-5 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ പതിറ്റാണ്ടുകളായി CPMൻ്റെ ചുവന്ന കോട്ടകളായി നിലനിൽക്കുകയാണ്. UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച 2001 പോലും ഈ മണ്ഡലങ്ങളിൽ, ഈ കണ്ണൂർ ജില്ലയിലെ 3-4 മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് CPM ജയിച്ചു പോകുന്നത്. ഇപ്പോൾ പയ്യന്നൂർ മണ്ഡലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1970 മുതൽ 2021 വരെ ഏതാണ്ട് ഒരു 2 ഡസൻ തിരഞ്ഞെടുപ്പുകളിൽ 50% കൂടുതലായിരുന്നു അവിടുത്തെ CPMൻ്റെ ലഭിച്ചിട്ടുള്ള വോട്ട്. അത് കല്യാശ്ശേരിയിലാവട്ടെ, അത് ധർമ്മടത്താവട്ടെ, അത് മട്ടന്നൂരാവട്ടെ, അത് തളിപ്പറമ്പിലാവട്ടെ, അവിടെയൊക്കെ തന്നെ മഹാഭൂരിപക്ഷത്തിനാണ് ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും CPM ജയിച്ചു പോരുന്നത്. ആ മണ്ഡലങ്ങൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ മണ്ഡലങ്ങളെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കാറേ ഇല്ല. കാരണം അവിടെ ആര് ജയിക്കുമെന്നുള്ളത് സംബന്ധിച്ചിട്ട് ആർക്കും ഒരു തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അവിടങ്ങളിൽ CPM മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം അതൊക്കെ പാർട്ടി ഗ്രാമങ്ങളാണ്. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് മട്ടന്നൂർ. 60,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് KK ശൈലജ അവിടുന്ന് ജയിച്ചത്. ധർമ്മടം നോക്കൂ, ധർമ്മടത്ത് 50,000-ലധികം ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ ജയിച്ചത്. അതിന് കല്യാശ്ശേരി ആയാലും തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും അവിടെയൊക്കെ തന്നെ 25,000-നൊക്കെ മുകളിലാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ആ മണ്ഡലങ്ങളെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യാറേ ഇല്ല. കാരണം അത് CPMൻ്റെ അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ CPMൻ്റെ മണ്ഡലങ്ങളാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് നടക്കുന്ന ചർച്ചകൾ ഒന്ന് ആലോചിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളെക്കുറിച്ചിട്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കണ്ണൂർ ജില്ലയിലെ ഉറച്ച മണ്ഡലങ്ങളിൽ ചില അപകട സൂചനകളുണ്ടായിരുന്നു. 2021 50,000 വോട്ടിൽ കൂടുതൽ പിണറായി വിജയൻ ജയിച്ച ധർമ്മടം മണ്ഡലത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം 3,500-4,000 ആയിട്ട് ചുരുങ്ങി. മട്ടന്നൂരിലും അവിടെ ഇവിടെയൊക്കെ, കാരണം 1,00,000-ലധികം വോട്ടിനാണല്ലോ അവിടെ K. സുധാകരൻ ജയിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ അപകട സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ വലിയൊരു ചർച്ച ഉണ്ടാവേണ്ടതല്ല. എന്നാൽ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചിട്ട് ചർച്ച നടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് CPMന് 50% കൂടുതൽ വോട്ട് കഴിഞ്ഞ 1 ഡസൻ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ആ മണ്ഡലത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന പറയുമ്പോൾ 2021 62% വോട്ടാണ് CPMന് അവിടെ കിട്ടിയത്. ഏതാണ്ട് 93,000 വോട്ടുകൾ ആണ്, ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിൽ അവിടെ CPMന് അനുകൂലമായി പോയി. ഏതാണ്ട് 10,25,000 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് TI മസൂദിന് അവിടെ ജയിച്ചത്. പക്ഷേ പയ്യന്നൂർ മണ്ഡലം ഇന്ന് ചർച്ചാ വിഷയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡിൽ നിന്നൊരു CPM വിമതൻ മത്സരിച്ചപ്പോൾ CPMകാർ വെറുതെ ചുമ്മാ കളിയാക്കി, നിങ്ങൾ ചുമ്മാ വൃത്തിയോട് കാണിക്കരുത്, 50 വോട്ടിൽ കൂടുതൽ കിട്ടില്ല എന്ന് പറഞ്ഞു ആ CPM വിമതൻ. പക്ഷേ ആ വാർഡിലുള്ള 1000 വോട്ടിൽ 700 വോട്ട് നേടി ആ CPM വിമതൻ അവിടെ ജയിച്ചു. കൽപ്പാന്ത കാലങ്ങളോളമായി ആ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡിൽ ജയിച്ചു പോകുന്ന CPMന് UDFനേക്കാൾ പിന്നിൽ 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. 142 വോട്ടായിട്ട് അവിടെ CPMന് കിട്ടി. 2-ാം സ്ഥാനത്തേക്ക് UDF പോലും. അപ്പം അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ പ്രശ്നങ്ങൾ സജീവമായിരുന്നു.
എന്നാൽ അവിടെ വി കുഞ്ചികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ കണ്ണൂരിലെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹം ഉയർത്തിയ ഈ ധനരാജി ഫണ്ട് വെട്ടിപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമായിരിക്കുകയാണ്. അവിടെ പിന്നെ ടി ഐ മസൂദിനെ CPM രണ്ടാമത് മത്സരിപ്പിക്കാനുള്ള തീരുമാനിച്ചതോടുകൂടി പയ്യന്നൂരിൽ CPM അടുത്തവണ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള നിലയിൽ പോലും ചർച്ചകൾ അവിടെ വരുന്നു. അവിടെ വി കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളോ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. വി കുഞ്ഞികൃഷ്ണനോട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്, അല്ലാതെ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പയ്യന്നൂർ പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മട്ടന്നൂർ എടുത്തു നോക്കൂ. മട്ടന്നൂരിൽ 60,000-ൽ കൂടുതൽ വോട്ടിൽ ജയിച്ച മണ്ഡലമാണ് മട്ടന്നൂർ. ആ മട്ടന്നൂരിൽ കെ ശൈലജയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. കെ ശൈലജയ്ക്ക് മട്ടന്നൂരിനാണ് മത്സരിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞെങ്കിലും അവിടെ മത്സരിപ്പിക്കാൻ CPM സമ്മതിച്ചിട്ടില്ല. ശൈലജയെ പേരാവൂർ മത്സരിപ്പിക്കാനാണ് നീക്കം, തോൽപ്പിക്കാനാണ് എന്നാണ് അവിടുത്തെ CPM-കാർ തന്നെ പറയുന്നത്. കാരണം അവിടെ ആ പേരാവൂർ എന്ന് പറഞ്ഞാൽ ഉറച്ച പിന്നെ ഇടതുപക്ഷ മണ്ഡലമാണ്. അവിടെ 2006-ൽ മാത്രമാണ് പിന്നെ ശൈലജ അവിടെ ജയിച്ചിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം സണ്ണി ജോസഫ് ആ മണ്ഡലം പിന്നെ ഉറച്ച ഒരു CPM മണ്ഡലമാക്കി മാറ്റി. അതിന് മുമ്പ് 2006-ന് മുമ്പും പിന്നെ UDF തന്നെയാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല KPC പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫാണ് ഇത്തവണ മത്സരിക്കാൻ പോകുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ശൈലജയ്ക്ക് പേരാവൂർ യാതൊരു സാധ്യതയും ആരും കാണുന്നില്ല. അതുകൊണ്ട് മട്ടന്നൂരിലെ പിന്നെ തെരഞ്ഞെടുപ്പും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂന്നാമത് വന്നിരിക്കുന്ന വിഷയം എന്താ? മൂന്നാമത് വന്നിരിക്കുന്ന വിഷയമാണ് തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട്. തളിപ്പറമ്പും CPM-ൻ്റെ ഉറച്ച കോട്ടയാണെങ്കിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ തൻ്റെ ഭാര്യ PK ശ്യാമളയെ അവിടെ നിർത്തണം എന്ന് നിർബന്ധിച്ചതോടുകൂടി അവിടെയും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവിടെ പോവുകയാണ്. അപ്പം CPM-ൻ്റെ ഉറച്ച കോട്ടകളായിട്ടുള്ള പയ്യന്നൂർ, മട്ടന്നൂർ, അതുപോലെ തന്നെ പിന്നെ തളിപ്പറമ്പ് അവിടെയും പ്രശ്നം. അവിടെ 3 സ്ഥലത്തും പ്രശ്നം. ഇനി നമ്മൾ പിന്നെ തലശ്ശേരി എടുത്താൽ തലശ്ശേരിയും CPM-ൻ്റെ ഉറച്ച കോട്ടയാണ്. അവിടെ കഴിഞ്ഞ 2 തവണയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ AM ഷംസീറാണ്. ഷംസീർ അവിടെ മത്സരിക്കുമെന്നായിരുന്നു ഇത്തവണ ആൾ വിചാരിച്ചിരുന്നത്. കാരണം സ്പീക്കർ എന്നുള്ള നിലയിൽ തെറ്റില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ആളാണ് ഷംസീർ. അവിടെയും ഷംസീറിനെ മാറ്റിയിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാരായി രാജൻ. അയാൾ ഫസൽ വധക്കേസിലെ പ്രതിയാണ്, കൊലക്കേസിലെ ഒരു പ്രതിയെയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. താരതമ്യേന തെറ്റില്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആകുമായിരുന്ന ഷംസീറിനെ മാറ്റിയിട്ട് അവിടെ ഒരു കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ CPM-ൻ്റെ ഉറച്ച 4 മണ്ഡലങ്ങൾ പയ്യന്നൂർ, മട്ടന്നൂർ, പിന്നെ തളിപ്പറമ്പ്, തലശ്ശേരി, അവിടങ്ങളിലെല്ലാം പ്രശ്നം. കണ്ണൂരിലെ കാര്യവും നമുക്കിപ്പം ഈ കണ്ണൂരിൽ കഴിഞ്ഞ തവണ കടന്നപ്പള്ളി രാമേന്ദ്രനാണ് മത്സരിച്ചത്. പക്ഷേ കടന്നപ്പള്ളി രാമേന്ദ്രത്തോളം മത്സരിച്ചാൽ 8 തല പൊട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആകെ തർക്കമില്ലാതെ ഇപ്പോൾ കിടക്കുന്ന 2 മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ളത്, ഒന്ന് കല്യാശ്ശേരിയും ഒന്ന് ധർമ്മടവുമാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുന്നതുകൊണ്ട് അവിടെ വലിയ തർക്കം കേൾക്കുന്നില്ല. പിന്നെ കല്യാശ്ശേരിയിൽ മാത്രമാണ് ഇപ്പം വിവാദമൊന്നും ഉണ്ടാവാത്തത്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 110 സീറ്റ് നേടും എന്ന് പറഞ്ഞ് പിണറായി പോകുമ്പോൾ പിണറായിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഉറച്ച CPM കോട്ടകളിൽ പോലും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പൊതുവിൽ നമ്മൾ കണ്ണൂർ ജില്ല നോക്കിയാൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? TI മസൂദിനെ നിർത്തിയതുമായി ബന്ധപ്പെട്ട് പ്രശ്നം. പിന്നെ തളിപ്പറമ്പിൽ പിന്നെ ഗോവിന്ദൻ്റെ ഭാര്യയെ നിർത്തുന്നു. അവരാരാണ്? അവരൊരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്, PK ശ്യാമള. അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കേരളത്തിൽ CPM-ൽ തന്നെ ഏറ്റവും ജനകീയ പിന്തുണയുള്ളത് എന്ന് CPM-കാർ അവകാശപ്പെടുന്ന KK ശൈലജയെ മത്സരിച്ച് ഉറച്ച മണ്ഡലത്തിൽ നിന്ന് മാറ്റി തോക്കുന്ന മണ്ഡലത്തിലേക്ക് കൊടുത്തു. അപ്പം ശൈലജയും ശ്യാമളയും തമ്മിലുള്ള തർക്കം, ശൈലജയും ശ്യാമളയും തമ്മിലുള്ള താരതമ്യം കണ്ണൂർ ജില്ലയിൽ വലിയ വിഷയത്തിലേക്ക് പോയിരിക്കുകയാണ്. തളിപ്പറമ്പിൽ N സുകന്യയെ പോലുള്ള നല്ല വനിതാ നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. അവരെ മാറ്റിയിട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളയെ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അവരാകപ്പാടെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ്. അവരെ ഇതിനു മുമ്പ് ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആക്കിയിരുന്നു. അതും ഗോവിന്ദൻ്റെ ഭാര്യയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അന്ന് ഉണ്ടായ വിവാദം നമ്മൾ ഓർക്കുന്നില്ലേ? പാറയിൽ സാജൻ എന്ന് പറഞ്ഞൊരു വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് പങ്കുണ്ടെന്നുള്ള നിലയിൽ വലിയ വിമർശനങ്ങൾ അന്ന് ഉയർന്നിരുന്നു. അപ്പോൾ പൊതുവിൽ ഈ ശൈലജയെ മാറ്റി ശ്യാമളയെ കൊണ്ടിരുന്ന പ്രശ്നം, ധനരാജ് ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന TI മധുസൂദനെ കൊണ്ടിരുന്ന പ്രശ്നം,
AM ഷംസീറിനെ മാറ്റി കൊലക്കേസ് പ്രതിയെ കൊണ്ടിരുന്ന പ്രശ്നം. അപ്പം മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും 110 സീറ്റ് നേടി തങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്നും പറഞ്ഞ് നെഞ്ചുവിരിച്ച് മപ്പടിച്ച് പോകുന്ന പിണറായി വിജയൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ പിണറായി വിജയൻ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞൊരു 4-5 തെരഞ്ഞെടുപ്പ് കാലങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരിക്കലും ഇല്ലാത്തത്ര അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി കണ്ണൂർ ജില്ലയിലെ CPM പതിറ്റാണ്ടുകളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഉറച്ച മണ്ഡലങ്ങളിൽ പോലും ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പയ്യന്നൂരിൻ്റെ കാര്യത്തിലായാലും മട്ടന്നൂരായാലും തളിപ്പറമ്പായാലും പിന്നെ തലശ്ശേരി ആയാലും ഒക്കെയുള്ള ആ മണ്ഡലങ്ങളിലൊക്കെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ വിലയിരുത്താൻ എന്നാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയുള്ള ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.